വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ്. പൂർണ്ണബോധത്തോടെയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ മാറിയാൽ 2 മാസത്തിനകം ആശുപത്രി വിടാമെന്നും മെഡിക്കൽ ബോർഡ് അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ എന്താണ്? നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂർണ്ണ ബോധത്തോടു കൂടി തന്നെയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ മാറിയ 2 ദിവസത്തിനകം ആശുപത്രി വിടാമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് അറിയിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അഫാൻ മദ്യപിച്ചുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളിൽ നിന്ന് പണം അഫാൻ വാങ്ങിക്കുകയും അത് തിരിച്ചു ചോദിച്ചപ്പോൾ അവരുമായി തർക്കമുണ്ടായതുമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം എന്ന് പറയുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മദ്യത്തിന്റെ ലഹരി മരുന്നിന്റെ ഉപയോഗം കാരണമാണ് ഇയാൾക്ക് ഇങ്ങനൊരു കൊലപാതകം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. അർബുദം ബാധിച്ച അമ്മയെ കഴുത്തി ഞെരിച്ച ശേഷമാണ് പ്രതി അഫാൻ തുടർച്ചയായ 5 കൊലപാതകങ്ങളാണ് നടത്തിയത്. കടബാധ്യതയെ തുടർന്നാണ് ബന്ധുക്കളിൽ നിന്നുമുണ്ടായ അവഹേളനവുമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വൻ സാമ്പത്തിക ബാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ പറയുന്നത്. എന്നാൽ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഇല്ല എന്നാണ് അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയിരിക്കുന്നത്. ഇയാൾക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളുമില്ല. സ്വബോധത്തോടു കൂടി തന്നെയാണ് ഈ 5 കൊലപാതകങ്ങളും പ്രതി അഫാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അഫാൻ മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അമ്മയുടെ മറ്റു 2 ബന്ധുക്കളെ കൂടി കൊല്ലാനുള്ള ഒരു പദ്ധതി അഫാൻ ഒരുക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. സഹോദരനെയും അതുപോലെ തന്നെ അഫാന്റെ പെൺസുഹൃത്തിനെയും കൊന്നതിന്റെ പേരിലാണ് ഇപ്പോൾ അഫാനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ബോർഡിന്റെ ഇങ്ങനെ ഒരു ഇത് അവതരിപ്പിച്ച ശേഷം എന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മെഡിക്കൽ ബോർഡ് നൽകിയ വിവരം വെച്ചിട്ട് ഇയാളെ ഇനി കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കാം എന്നൊരു രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത്. നീലിമ, ശരി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്.